തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചില വിഷയങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ഈ ഭൂമിയിൽ നിറവേറ്റുക എന്നതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടേതായിരിക്കുന്ന ഇഷ്ടമുണ്ട്. അതനുസരിച്ചാണ് നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. നമ്മളെ ബുദ്ധിപരമായി നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെയാ ചെയ്യണമെന്ന് ഒക്കെ ചിന്തിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇതൊക്കെയും പലപ്പോഴും കേൾക്കുമ്പോൾ ഒരു സ്ട്രേഞ്ചായിട്ട് തോന്നാം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പലപ്പോഴും പോകുമ്പോൾ നമ്മൾ ഒത്തിരി തെറ്റുകളിൽ അകപ്പെടുന്നു, പ്രശ്നങ്ങളിൽ അകപ്പെടുന്നു, നമ്മുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാതെ പോകുന്നു. ഇങ്ങനെയെല്ലാം ഉണ്ട്. എന്നാൽ നാം നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന ഒരു ജപം യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇപ്രകാരമാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇവിടെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന് പറയും. അതായത് നമുക്ക് സ്വർഗത്തെക്കുറിച്ചൊരു സങ്കല്പമുണ്ട്. നമുക്കാരും നേരിട്ട് പോയി കണ്ട പരിചയങ്ങളൊന്നുമില്ല. യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ഒരു പഠനത്തിൻ്റെ അറിവ് മാത്രമേ നമുക്കുള്ളൂ. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: അവിടുത്തെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ പൂർണ്ണമായി നിറവേറും. അവിടെ മലാഖമാരും വിശുദ്ധരും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അപ്രകാരം ഒരു പ്രാർത്ഥന യേശു നമ്മളെ പഠിപ്പിച്ചപ്പോൾ അതിനകത്തൊരു വലിയ രഹസ്യമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറുക. അവിടുത്തെ ഇഷ്ടം എന്താണ്? അവിടുത്തെ ഇഷ്ടമെന്ന് പറയുന്നത് അവിടുത്തെ കൽപ്പനകൾ ഈ ലോകത്തിൽ യാഥാർത്ഥ്യമാകുക എന്നുള്ളതാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ആ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, നമുക്ക് ചിന്തിക്കാൻ പോലുള്ള യോഗ്യത നമുക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ആരാധിക്കുക, സ്നേഹിക്കുക, അവിടുത്തെ ഇഷ്ടം ചെയ്യുക, ഇങ്ങനെ ഉള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ അവിടുത്തെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറുക എന്ന് പറയുമ്പോൾ ആ ഇഷ്ടം എങ്ങനെ നമ്മൾ അറിയുന്നത്? ആ ഇഷ്ടം അറിയുന്നതിന് വേണ്ടിയാണ് ദൈവം എൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം സകല സത്യത്തിലും വഴി നടത്തി നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുള്ളൂ: പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ എന്ന്
നമ്മൾ ഹൃദയപൂർവ്വം അപേക്ഷിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മൾ എഴുന്നള്ളി. അപ്പം അങ്ങനെ ആ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തി പഠിപ്പിക്കും. നീ എന്ത് ചെയ്യണം, നീ എന്ത് ചെയ്യാതിരിക്കണം എന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് തെറ്റായ ഒരു ജീവിതമുണ്ടാകും. അപ്പം ആ തെറ്റില്ലാതെ ഒരു ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുമ്പോൾ അത് ദൈവത്തിന് മഹത്വമായി തീരും. അത് ദൈവത്തിൻ്റെ പ്രസാദം കൂടുതൽ നമുക്ക് ലഭിക്കുന്നതിന് കാരണമായി തീരും. അങ്ങനെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം.